ചെറുകുന്ന കവണശ്ശേരിയിലെ രജീഷിന്റെ അപ്രതീക്ഷിത മരണത്തിൽ വിതുമ്പി നാട്. താവത്തെ രജീഷിന്റെ ബാർബർ ഷോപ്പിന് സമീപം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം ബാർബർ ഷോപ്പിലേക്ക് പോകുന്ന വഴിയിലാണ് രജീഷിന്റെ ജീവനെടുത്ത അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്ത് നിന്നും വരികയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാർ മുന്നിലെ സ്കൂട്ടറിനെ വെട്ടിക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിച്ചു തിരിഞ്ഞ് ബൈക്ക് യാത്രികനായ രജീഷിനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സമീപത്തെ വീട്ടുമതിൽ ഇടിച്ചു തകർത്താണ് കാർ നിന്നത്. മതിലിനടിയിൽ നിന്നും ഏറെ സാഹസപ്പെട്ടാണ് രജീഷിനെ പുറത്തെടുത്തത്. ഗുരുതര പരിക്കുകളോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഒരു നാടിനാകെ പ്രിയപ്പെട്ടവനായിരുന്ന രജീഷിന്റെ മരണം നാട്ടുകാർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. താവത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപാണ് രജീഷിന്റെ വിവാഹം നടന്നത്. കവണശ്ശേരി ജനകീയ വായനശാലയ്ക്ക് സമീപത്തെ ശെൽവരാജിന്റെയും രാധാമണിയുടെയും മകനാണ്. ഹുൻസൂർ സ്വദേശി കാവേരിയാണ് ഭാര്യ. VV രാജേഷ് സഹോദരനാണ്. കവണശ്ശേരി ജനകീയ വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം കവണശ്ശേരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.